ദേശമംഗലത്തെ പ്രജകളെ സംബന്ധിച്ച് മല്ലിയും കുഞ്ഞും അവർക്കൊരു നഷ്ടമല്ല. നഷ്ടമല്ലാത്തടത്തോളം കാലം അവർക്ക് വേണ്ടി ഒരു ചോദ്യവും വരില്ല. അവർക്ക് വേണ്ടി ആരും രണ്ടു തുള്ളി കണ്ണീർ പൊഴിക്കില്ല. ഒരുപക്ഷെ ആ പൂജാരി മകൾ ഒഴിച്ച്. ദേശമംഗലം മുഴുവൻ ഭഗവതിയുടെ അത്ഭുതങ്ങളുടെ കഥയാണ്. അതും പേടിക്കണം. പ്രപഞ്ചത്തിന്റെ മുക്കിനും മൂലയിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്നല്ലേ പറയാറ്. എന്നിട്ട് അരുതായികൾ പലതും ലോകത്ത് നടക്കുന്നില്ലേ? അതിനുള്ള വിശദീകരണം എന്താ? തിന്മ ഉണ്ടായാലേ നന്മയുടെ വെളിച്ചം ആളുകൾ തിരിച്ചറിയും. അപ്പോൾ തിന്മ ചെയ്യാൻ ആളുകൾ വേണമെന്ന് പറയുന്നത് വാസ്തവമാണ്. തിന്മയുടെ ഒരു പന്തം ചിത്രഭാനു കത്തിച്ചു വെച്ചു. നന്മയ്ക്കത് കെടുത്താൻ കഴിയുമെങ്കിൽ കെടുത്തട്ടെ. അങ്ങ് ആരെയെങ്കിലും വിട്ട് കാര്യം നടന്നോന്ന് പരിശോധിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. പാമ്പാട്ടി പറഞ്ഞതിനനുസരിച്ച് ഉടലിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നതല്ലാതെ ആ നാഗം ഒരിക്കലും പുറത്തേക്ക് ഇഴഞ്ഞു പോകില്ല. കൺമുമ്പിൽ സംഭവിക്കുന്ന അനക്കങ്ങളെല്ലാം അതിന്റെ ശത്രുവായിട്ടാണ് അതിന് തോന്നുക. മല്ലിയുടെ മോള് കുഞ്ഞല്ലേ, കാലുകൾ അനങ്ങാതിരിക്കുവോ? പാവം. ചിത്രഭാനുവിനെ നോക്കി പരിഹസിച്ച് ചിരിച്ചതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റെന്ന് അവൾ അറിയാതെ പോയി. സുകന്യ നോക്കിക്കോ, അമ്മേ മോളെ അടക്കം ചെയ്യുമ്പോ അവിടെ ഞാനും ഉണ്ടാവും. കൂടെ നിൽക്കുന്നവരാര് കണ്ണീർ പൊഴിച്ചില്ലെങ്കിലും രണ്ടു തുള്ളി കണ്ണീര് നാം കരുതി വെച്ചിട്ടുണ്ടാവും. അടക്കത്തിന് മുമ്പുള്ള ഉപചാരത്തിന്. വേഗം കഴിച്ചേ കുഞ്ഞി, എന്നിട്ട് വേണം എനിക്ക് പോകാൻ. വേദക്കുട്ടിയും കഴിക്ക്. ഞാൻ വയറ് നിറച്ച് കഴിച്ചതല്ലേ. എന്നാ ഒരു കഷ്ണം ഞാൻ തരാം. ആ എന്നാ തന്നോ. ആ എനിക്ക് മതി. ഇനി കുഞ്ഞിപ്പെണ്ണ് കഴിച്ചോ. കുഞ്ഞിപ്പെണ്ണേ, യോഗിനിയമ്മ. ആഹാ, വേദക്കുട്ടി എത്തിയിട്ടുണ്ടോ? ഞാൻ ഇന്നലെ കുഞ്ഞിപ്പെണ്ണിന് വയ്യാന്ന് സ്വപ്നം കണ്ടു യോഗിനിയമ്മ. അത് കാരണം വന്നതാണ്. വന്നു, കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് പല്ല് തേപ്പിച്ചു, ഭക്ഷണവും കഴിപ്പിച്ചു. മിടുക്കി. കൂട്ടുകാരികളായാൽ ഇങ്ങനെ വേണം. ഒരാൾ മറ്റൊരാളുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. യോഗിനിയമ്മ എങ്ങോട്ടാ രാവിലെ തന്നെ പോകുന്നത്? അതോ, യോഗിനി അമ്മയ്ക്ക് രാവിലെ തന്നെ കുറെ ദൂരം പോകാനുണ്ട്. എങ്ങോട്ടാ? കുറെ ദൂരെ ഒരാൾ വയ്യാതെ കിടക്കുന്നു. അയാൾക്കുള്ള മരുന്നുകൾ എത്തിക്കണം. യോഗിനിയമ്മ വൈദ്യനാ? കുഞ്ഞിക്ക് വയ്യാതാകുമ്പോൾ അമ്മ മരുന്ന് തരില്ലേ? അമ്മ വൈദ്യരാണോ? രോഗിക്ക് എന്താണോ ആവശ്യം അതാണ് ഔഷധം, അല്ലേ യോഗിനിയമ്മേ? ഗുരുകുലത്തിൽ നിന്നുള്ള അറിവാണല്ലേ. മരുന്നുകൾ തയ്യാറാക്കാനായി നാൽപ്പാമരത്തിന്റെ കൊമ്പുകൾ ശേഖരിച്ചു. അതൊക്കെ വഴിയിൽ കിടക്കുകയാണ്. ഒന്നിച്ചെടുക്കാനും വയ്യ. കുഞ്ഞിപ്പെണ്ണിന്റെ അമ്മ ഇവിടെ പോയി. അമ്മ പണിക്ക് പോയി. എങ്കിൽ കുഞ്ഞിപ്പെണ്ണൊരു കാര്യം ചെയ്യൂ. അകത്ത് പോയി ഒരു കയറെടുത്തിട്ട് വാ. ആ നാൽപ്പാമരത്തിന്റെ കൊമ്പുകളൊക്കെ ഒന്ന് അടുക്കി പറക്കി കെട്ടാനാ. അല്ലെങ്കിൽ യോഗിനി അമ്മ കുഴഞ്ഞു പോകും. അതിനിവിടെ കയറില്ലല്ലോ യോഗിനിയമ്മേ. ഉണ്ടാകുമല്ലോ. കുഞ്ഞിപ്പെണ്ണ് പോയി നോക്ക്. ഇല്ല യോഗിനിയമ്മ, എനിക്കറിയാം. ഞാനല്ലേ പറയുന്നത്. അകത്തൊരു കയറ് കിടക്കുന്നുണ്ട്. അത് പോയി ഇങ്ങ് എടുത്തിട്ട് വാ. ഞാനൊന്ന് നോക്കട്ടെ. അതെങ്ങനെ അകത്ത് കയറുണ്ടെന്ന് യോഗിനിയമ്മ പറയുന്നത്? എനിക്കറിയാം. ഞാൻ ഈ കുടിലിന്റെ അകം കണ്ടിട്ടുള്ളതല്ലേ.
യോഗിനിയമ്മ പറഞ്ഞത് സത്യാണല്ലോ. യോഗിനിയമ്മേ, യോഗിനിയമ്മ പറഞ്ഞാലേ ദേര് കയറ്. ഇത് മതിയോ? തൽക്കാലം ഇത് മതി. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. യോഗിനിയമ്മ കയറിയിരിക്കെ, ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞതാ. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോണം. അതുകൊണ്ട് കഥ പിന്നീട് പറഞ്ഞു തരാം. കുഞ്ഞിപ്പെണ്ണിന്റെ കാര്യത്തില് ആശങ്കയൊന്നും വേണ്ട കേട്ടോ വേദക്കുട്ടി. കുഞ്ഞിപ്പെണ്ണിന്റെ ആപത്തൊക്കെ ഒഴിഞ്ഞു. എന്നാലും ആ കയറ് എങ്ങനെയാ അവിടെ വന്നത് വേദക്കുട്ടി? അത് മല്ലിയമ്മ ഇട്ടതായിരിക്കും. കുഞ്ഞിപ്പെണ്ണ് കണ്ടിട്ടുണ്ടാവില്ല. യോഗിനിയമ്മയ്ക്ക് എല്ലാം അറിയാല്ലേ? ശരിക്കും ദേവി തന്നെ അല്ലേ? വേണ്ട വേണ്ട, അങ്ങനെ ചോദിച്ച് എന്നെ കൊണ്ട് കഥ പറയിപ്പിക്കാനല്ലേ? കഥ പറയാൻ എനിക്കിപ്പോ നേരമില്ല. ഞാൻ പോട്ടെ കുഞ്ഞിപ്പെണ്ണേ. ഏയ്, എന്താ ഒളിച്ചിരിക്കുകയാണോ? അല്ല, യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോ ഇരുന്നതാ. ദൂരെ യാത്രയാണെന്ന് തോന്നുന്നല്ലോ. കയ്യിൽ എന്തൊക്കെയോ കരുതിയിരിക്കുന്നു. അതെ, ഒരുപാട് ദൂരേക്കുള്ള യാത്രയാ. എന്റെ സഹായം വല്ലതും? എന്ത് സഹായം? എനിക്കൊരു സഹായവും ആവശ്യമില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. അത് പറ്റില്ലല്ലോ. ഈ ദേശത്ത് ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുന്നവളാണ് ഞാൻ. താങ്കൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും കാത്തിരിക്കുകയാണോ? ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്, വെറുതെ മെനക്കെടുത്താനായി. താങ്കൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? അതൊന്ന് കെട്ടിവെച്ചുകൂടെ? അപ്പോൾ എവിടെയെങ്കിലും ഭദ്രമായി വെക്കാമല്ലോ. കെട്ടൊന്നും വേണ്ട, നിങ്ങളൊന്ന് പോയി തരാമോ? അത് പറ്റില്ലല്ലോ. കെട്ടാത്തൊരു ഭാണ്ഡവുമായിട്ട് ദൂരയാത്ര പറ്റുമോ? എന്റെ കയ്യിൽ കയറുണ്ട്, ഞാനത് തരാം. അങ്ങത് കെട്ടിവെക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ പോകാമായിരുന്നു. എന്നാ ഇങ്ങ് തന്നേക്ക്, എന്നിട്ട് വേഗം പൊയ്ക്കോ. ദാ, ഈ കയറുകൊണ്ട് താങ്കളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ദാ പിടിച്ചുകൊള്ളൂ. കള്ളക്കുഴി കുഴിച്ചാൽ വീഴില്ല, നാഗത്തിനയച്ചാൽ അതും കൊത്തില്ല. ഈ കുഞ്ഞിപ്പെണ്ണിന് എന്തെങ്കിലും അത്ഭുത ശക്തിയുണ്ടോ വർണ്ണമോളെ? അത്ഭുത ശക്തിയൊന്നുമില്ല. ആ വേദക്കുട്ടി കൂടെ ഉള്ളതാണ് കാരണം. അവൾ എല്ലാത്തിനും കുഞ്ഞിപ്പെണ്ണിനെ രക്ഷിക്കും. എന്നാലും കഷ്ടമായി പോയി. ചിത്രഭാനു തമ്പുരാൻ നേരിട്ട് ഇറങ്ങിയിട്ട് പോലും ഒരു കാട്ടുപെണ്ണിനെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ്. വല്യച്ഛൻ തോറ്റെടുത്ത് ഞാൻ ജയിച്ചാൽ വല്യച്ഛൻ എന്നെ അഭിനന്ദിക്കില്ലേ ചന്ദ്രബിന്ദു? അതിൽ സംശയം എന്താ? പക്ഷേ വർണ്ണമോളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ടല്ല, ചന്ദ്രബിന്ദുവിനെ കൊണ്ട് കഴിയും. കുഞ്ഞിപ്പെണ്ണിനെ ഇല്ലാതാക്കണം. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ തമ്പുരാട്ടിക്കുട്ടി? ആരും അറിയാതെ കുഞ്ഞിപ്പെണ്ണിനെ കടത്തിക്കൊണ്ടു പോകണം. വല്യച്ഛന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം. എന്നിട്ട് അവളെ വല്യച്ഛൻ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊന്നോട്ടെ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഞാൻ പോകില്ല. എനിക്ക് പേടിയാണ്. ചന്ദ്രബിന്ദു നേരായ മാർഗത്തിലൂടെ പോയാലല്ലേ കുഴപ്പമുള്ളൂ. വേഷം മാറിപ്പോണം. വേണ്ട വേണ്ട, വേദക്കുട്ടിക്ക് എന്തോ ശക്തി ഉണ്ടെന്നല്ലേ പറയുന്നത്. വേഷം മാറി ചെന്നാ ആ കുട്ടി തിരിച്ചറിയും. അതിന് വേദക്കുട്ടിയുടെ മുമ്പിലേക്ക് പോകണമെന്ന് ആര് പറഞ്ഞു? കുഞ്ഞിപ്പെണ്ണ് തനിച്ച് നടക്കാൻ ഇറങ്ങും. അവിടെ വെച്ച് അവളെ കണ്ടാൽ മതി. വർണ്ണമോളെ, അടിയനെ നിർബന്ധിക്കരുത്. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ വല്യച്ഛനോട് പറഞ്ഞ് ചന്ദ്രബിന്ദുവിനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കും. എന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ചെന്ന് കഥയുണ്ടാക്കി പറയുകയും ചെയ്യും. അപ്പൊ അറിയാതെ ശിക്ഷ എന്താണെന്ന്. ചതിക്കല്ലേ തമ്പുരാട്ടിക്കുട്ടി, എന്നെ ശിക്ഷിക്കരുത്. എന്നാ പറയുന്നത് അനുസരിക്ക്. ഈ രൂപം മാറി ഒരു വയസ്സ് തള്ളയുടെ രൂപം മതി. എന്നിട്ട് കാല് വയ്യാതിരിക്കും പോലെ വഴിയിലിരിക്കണം. കുഞ്ഞിപ്പെണ്ണ് അതുവഴി വരും. നടക്കാൻ വയ്യെന്ന് അവളോട് പറയണം. അപ്പൊ അവള് കൂടെ വരും. ആരുമില്ലാത്തൊരിടത്തെത്തുമ്പോൾ കണ്ണും മൂക്കും മൂടി അവളെ ബോധം കെടുത്തണം. എന്നിട്ട് ഭടന്മാരെ വിളിച്ച്
ചാക്കിൽ കെട്ടിക്കൊണ്ടു പോകണം വല്യച്ഛന്റെ മുമ്പിലേക്ക്. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ വർണ്ണമോളുടെ അച്ഛൻ തമ്പുരാൻ അറിഞ്ഞാൽ എന്റെ തല കാണില്ല. ആരും അറിയില്ല. പക്ഷെ വേഷം മാറുന്നത് എങ്ങനെ? അതിന് മാർഗമുണ്ട്. ചന്ദ്രബിന്ദുവിനെ ഞാൻ വയസ്സാക്കി തരാം. വരൂ. ചന്ദ്രബിന്ദു, ദേ ഈ കണ്ണാടിയിലൊന്ന് നോക്കൂ. അയ്യോ, ഇത് ഞാൻ തന്നെയാണോ? ഈ വേഷത്തിൽ പോയാൽ ചന്ദ്രബിന്ദുവിനെ ആരെങ്കിലും തിരിച്ചറിയുമോ? ഒരിക്കലും ഇല്ല. എന്റെ ഈ രൂപം കണ്ടിട്ട് എനിക്ക് പോലും മനസ്സിലാകാതിരിക്കുമ്പോ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? വർണ്ണമോളുടെ മിടുക്ക് ഞാൻ സമ്മതിച്ചു. ഒരു കാര്യം ഓർമ്മിച്ചോളൂ, വല്യച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞിപ്പെണ്ണിനോട് പ്രതികാരം ചെയ്യാൻ പറ്റിയാൽ കൈനിറയെ സമ്മാനങ്ങളായിരിക്കും ചന്ദ്രബിന്ദുവിന്. സമ്മാനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. തമ്പുരാട്ടിക്കുട്ടി എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്ത് വന്നാലും ചന്ദ്രബിന്ദുവിനെ ഞാൻ രക്ഷിച്ചോളാം. ദേശമംഗലത്ത് തമ്പുരാട്ടിക്കുട്ടിയാ പറയുന്നത്. ചെല്. ഛേ, ഇങ്ങനെയാണോ? വയസ്സിൽ തള്ളെ പോലെ നടക്കണം, വയ്യാത്ത പോലെ നടക്കണം. അങ്ങനെ നടക്കൂ. മോളെ, അമ്മമ്മയ്ക്ക് തീരെ നടക്കാൻ വയ്യ. അമ്മമ്മ ഒന്ന് പിടിക്കാമോ? അസലായിട്ടുണ്ട്. ചന്ദ്രബിന്ദു നല്ല സാമർഥ്യമുള്ളവളാണ്. തമ്പുരാട്ടിക്കുട്ടിയുടെ കൂടെയല്ലേ കൂടിയിരിക്കുന്നത്. തമ്പ്രാക്കന്മാരുടെ കൂടെ കൂടുന്നവരൊക്കെ നല്ല സാമർഥ്യമുള്ളവരായിരിക്കുമല്ലോ. ഒരു കാര്യത്തിനും പിഴവ് വരരുത്. ആരുമില്ലാത്ത സ്ഥലം നോക്കി വേണം കുഞ്ഞു പെണ്ണിന്റെ ബോധം കെടുത്താൻ. ചന്ദ്രബിന്ദുവിന് പിന്നാലെ ഭടന്മാരുണ്ടാകും. വല്യമ്മയോട് പറഞ്ഞ് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം വല്യച്ഛൻ എവിടെയുണ്ടെന്ന്. പ്രായത്തിൽ എളുപ്പമാണ്, പക്ഷെ ബുദ്ധിയിൽ അടിയനേക്കാൾ എത്രയോ മേലെയാണ്. അതുകൊണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. അനുഗ്രഹിച്ചാലും ഇന്നോടെ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുള്ള ശല്യം തീരണം. അവളുടെ അമ്മ നാട് വിടണം. വലിയച്ഛന്റെ മനസ്സ് സന്തോഷിക്കണം. വേദക്കുട്ടി കരയണം. പോയിട്ട് വാ. അമ്മമ്മേ, എന്തു പറ്റി അമ്മമ്മേ? ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിയാ മോളെ. ഇവിടെ എത്തിയപ്പോഴേക്കും തളർന്ന് വീണ് പോയി. അയ്യോ, അമ്മമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? എണീക്കാൻ പറ്റുന്നില്ല. കുഞ്ഞേതാ? എന്റെ പേര് കുഞ്ഞി. ഞാനിവിടെ തൊട്ടടുത്താ താമസിക്കുന്നത്. അമ്മമ്മയ്ക്ക് എവിടെ പോകേണ്ടത്? കുറച്ച് ദൂരമുണ്ട്. ഞാൻ ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വരട്ടെ? അവരമ്മമ്മയെ കൊണ്ടാക്കും. അതൊന്നും വേണ്ട. അങ്ങനെയൊന്നും വിളിച്ച ആരും വരില്ല. ഞാനിവിടെ ഇരുന്നോളാം. മോള് മോളുടെ വഴിക്ക് പൊയ്ക്കോ. അമ്മമ്മയെ ഈ അവസ്ഥയിൽ ഇരുത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോകുന്നത്? ഞാനും ഇവിടെ ഇരിക്കാം. വേണ്ട മോളെ, മോളെ വീട്ടിൽ തിരക്കില്ലേ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ പണിക്ക് പോയിരിക്കയാണ്. അമ്മമ്മ എന്തെങ്കിലും കഴിച്ചോ? അമ്മമ്മയ്ക്ക് വെള്ളം വേണോ? ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട മോളെ, കുറച്ചു നേരം ഇവിടെ ഇരുന്നപ്പോ ചെറിയൊരു ആശ്വാസമുണ്ട്. ഇനി അമ്മമ്മ എങ്ങനെ വീട്ടിൽ പോവും? മോൾ അമ്മമ്മയ്ക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാ മതി. അമ്മമ്മ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കണം. ആ പനങ്കാവില്ലേ, അവിടെ വരെ ഒന്ന് അമ്മമ്മയുടെ കൂടെ വന്നാ മതി. അത് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം. അതിനെന്താ, അമ്മമ്മ വാ, ഞാൻ പിടിക്കാം. നല്ല കുട്ടിയാണല്ലോ, കാണാനും നല്ല ഭംഗിയുണ്ട്. വയസ്സായവരെ കണ്ടാല് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യണമെന്ന് എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വളർത്തിയത് നന്നായി. അതുകൊണ്ടാണല്ലോ ഈ കുഞ്ഞു പെണ്ണിനെ കാണാൻ പറ്റിയത്. എന്നാ നമുക്ക് നടന്നാലോ അമ്മൂമ്മേ? ആയിക്കോട്ടെ, അമ്മമ്മയുടെ കൈ മുറുകെ പിടിച്ചോ.
പറ്റി അമ്മൂമ്മേ? വല്ലാത്ത ക്ഷീണം, ശ്വാസം മുട്ടുന്ന പോലെ. എന്നാ കുറച്ചേരം നമുക്ക് ഇവിടെ എവിടെങ്കിലും ഇരിക്കാം. ഞാനും അമ്മൂമ്മേരെ കൂടെ ഇരുന്നോളാം, എത്ര നേരം വേണമെങ്കിലും. വേണ്ട മോളെ, ഇതൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാ. ഇവിടെയൊക്കെ കാട്ടുപ്രദേശങ്ങളല്ലേ, മോൾക്ക് തനിച്ച് കിടക്കാൻ പേടിയൊന്നുമില്ലേ? എനിക്ക് കാടിന് പേടിയൊന്നുമില്ല. ഞങ്ങള് മുമ്പ് കാടിന്റെ അടുത്താ ജീവിച്ചിരുന്നത്. എനിക്ക് കാടിനെ കുറിച്ച് എല്ലാം അറിയാം. നന്നായി. അമ്മൂമ്മ എന്തിനാ ചിരിക്കുന്നത്? ഏയ്, കുട്ടിയെ കണ്ടിട്ട് തന്നെയാ. കുട്ടിയെ ഞാൻ കണ്ടുമുട്ടിയെന്ന് പറയുമ്പോ എല്ലാവർക്കും സന്തോഷമാവും. ആർക്ക്? ഉണ്ട്, അങ്ങനെ സന്തോഷിക്കുന്നവരൊക്കെ ഉണ്ട്. അമ്മൂമ്മേ, ഇവിടെ തൊട്ടടുത്ത എന്റെ വീട്. അമ്മൂമ്മ അങ്ങോട്ട് വരികയാണെങ്കിലേ അവിടെ വെള്ളവും ഭക്ഷണവും ഒക്കെ ഉണ്ട്. അമ്മൂമ്മയ്ക്ക് അവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോവുകയും ചെയ്യാം. വിശ്രമം ഒന്നും വേണ്ട, നമ്മുടെ ചുറ്റും ഇപ്പൊ ആരും ഇല്ലല്ലോ അല്ലേ? എങ്ങനെ ഉണ്ടാവാനാ? കാടല്ലേ? കാടാ, ആരുമില്ല. എന്താ അമ്മൂമ്മേ? അമ്മമ്മയ്ക്ക് മോളെ വല്ലാതെ അങ്ങ് ഇഷ്ടമായി. അമ്മമ്മ മോളെ കൊണ്ടുപോട്ടെ. എങ്ങോട്ട്? അമ്മമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്. വേണ്ട, എന്റെ അമ്മ തനിച്ചേ ഉള്ളൂ. അമ്മ എന്നെ കാണാതെ ഉറങ്ങില്ല. അമ്മമ്മ ഉറക്കിത്തരാം, മതിയോ? വേണ്ട. ഞാൻ ഉറക്കിത്തരാന്ന് പറഞ്ഞില്ലേ? എന്താ അമ്മൂമ്മേ? ആരുടെ അമ്മമ്മയാടി? ഈ കാട് വിട്ട് നീ ഇനി പുറത്തു പോവില്ല. നിങ്ങൾ ആരാ? എന്നായി കാണിക്കുന്നത്? ഞാൻ നിന്നെ അങ്ങോട്ട് പോകാൻ പോവുകയാണ്, ഒരിക്കലും തിരിച്ചു വരാത്ത സ്ഥലത്തേക്ക്. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, കൊണ്ടുപോകുന്ന ഞാനല്ലേ. നിക്കടി അവിടെ, നിക്കാൻ. നിക്കാൻ, നിന്നോട് നിക്കാനല്ലേ പറഞ്ഞേ? നിക്കാൻ പറഞ്ഞപ്പോ ചുറ്റും കാടാണ്. ഇവിടെ നിന്ന് എത്ര ബഹളം വെച്ചാലും കേൾക്കില്ലാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാടി കരയുന്നത്? ഒച്ചയെടുത്ത കൊന്നുകളയും ഞാൻ. എത്രയും പെട്ടെന്ന് കെട്ടിയെടുക്ക. പെട്ടെന്ന് സ്ഥലം വിടണം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ചിത്രഭാനു തമ്പുരാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് തമ്പുരാൻ പറയുന്ന പോലെ ചെയ്യണം. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ടാകും പാരിതോഷികങ്ങൾ. അനക്കൊന്നുമില്ലല്ലോ? ഇല്ല. ചത്തു കാണുമോ? ചത്താ തന്നെ നിനക്കെന്താ? കാത്തു നിൽക്കുന്ന തമ്പുരാന് ഇവളെ ജീവനോടെ കാണണമൊന്നുമില്ല. ചത്തിട്ട് കണ്ടാലും മതി. വഴിമാറി പോവുക. പറഞ്ഞത് കേട്ടില്ലേ? തീണ്ടാനൊന്നും പാടില്ല. മുന്നോട്ട് നടക്ക. എന്താ, ചിത്രഭാനു തമ്പുരാന്റെ കൽപ്പന അനുസരിക്കില്ല എന്നുണ്ടോ? ദേശമംഗലത്തുകാരല്ല, അയൽദേശക്കാരാണല്ലേ? ദേശം ഏതോ ആവട്ടെ, പക്ഷെ വഴി നടക്കുന്നത് ഇതിലെ തന്നെയാണ്. ഓ, ഒരു വൃദ്ധയ്ക്ക് ഇത്രയും അഹങ്കാരം. അങ്ങവിടെ ആരെ കാത്താണ് നിൽക്കുന്നത്? അത് നീ അറിഞ്ഞിട്ടെന്ത് കാര്യം? അറിയുന്നതിൽ കാര്യമുണ്ടെന്ന് കരുതിക്കോളൂ. എന്താണ് അങ്ങയുടെ ലക്ഷ്യമെന്ന് പറയൂ. ഈ കരയിൽ നിന്ന് ആരോടാണ് നീ സംസാരിക്കുന്നത് നിശ്ചയമുണ്ടോ? നാം ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ നിന്റെ ഉടലും തലയും വേർപെടുത്താനുള്ള ആൾക്കാർ വരും. കാണണോ നിങ്ങൾക്ക്? അങ്ങ് കൊട്ടാരത്തിലെ ചന്ദ്രബിന്ദുവിനെ കാത്തു നിൽക്കുകയാണല്ലേ? അവൾ ഇവിടെ വരുമെന്ന് അനുജൻ തമ്പുരാന്റെ മകൾ വർണ്ണമോള് പറഞ്ഞിരുന്നുവല്ലേ? ചന്ദ്രബിന്ദു വെറുതെ വരുമെന്നല്ല പറഞ്ഞത്. അങ്ങയുടെ നിത്യശല്യക്കാരിയായ ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. നീ ആരാ? ഇതൊക്കെ കൃത്യമായിട്ട് നീ എങ്ങനെ പറയുന്നു? തമ്പുരാനെ,
ഇത് ഞാനാ, ചന്ദ്രബിന്ദു. എന്നെ ഈ രൂപത്തിലാക്കിയത് വർണ്ണമോളാ. തമ്പുരാന് പോലും സംശയം തോന്നിയില്ലെങ്കിൽ പിന്നെ മറ്റാര് സംശയിക്കാനാ? കണ്ടിട്ട് തിരിച്ചറിഞ്ഞതേയില്ല. കിട്ടിയോളെ? കൊച്ചു തമ്പുരാട്ടി ഒരു കാര്യം ഏൽപ്പിച്ച അത് അടിയൻ പാലിക്കാതിരിക്കുവോ? കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. വഴിയരികിൽ പാവം പോലെ തളർന്നു കിടന്നു. അപ്പൊ മല്ലിയുടെ മോള് അടുത്തു വന്നു. ഞാൻ നടക്കാനുള്ള സഹായം ചോദിച്ചു. കൈ തന്നു കൂടെ വന്നു. കാടിനകത്തെത്തിയപ്പോ വായും മൂക്കും പൊത്തി ബോധം കെടുത്തി. ദേ അതിലുണ്ട്. ചത്തോ? അതെനിക്കറിയില്ല. ചത്താലും ചത്തില്ലെങ്കിലും അങ്ങേക്കത് പ്രശ്നമല്ലല്ലോ. മിടുക്കി. വർണ്ണമോളുടെ തലയിൽ ഉദിച്ചൊരാശയം ഇത്ര ഭംഗിയായിട്ട് നടത്തുമെന്ന് നാം കരുതിയില്ല. ഭാണ്ഡം താഴെ ഇറക്കൂ. കൊല്ലം തന്നെയാണോ അങ്ങയുടെ ഉദ്ദേശം? അല്ലാതെ പിന്നെ ഈ നാശം ഇതോടെ തീരണം. മകളെ നഷ്ടപ്പെട്ട വേദനയിൽ ഭ്രാന്ത് പിടിച്ച് ആ അമ്മയും ഈ നാട് വിട്ട് പോണം. അയക്ക്. ഒന്ന് നിൽക്കൂ. അഴിക്കാം. പക്ഷെ തമ്പുരാൻ പരാജയപ്പെട്ടെടുത്ത് വിജയിച്ച തോഴി ചന്ദ്രബിന്ദുവിന് സമ്മാനം എന്തുണ്ട്? എന്തു വേണം നിനക്ക്? എന്തു വേണമെങ്കിലും ചിത്രഭാനു നിനക്ക് തരും. നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെയുള്ളവർക്കും. എങ്കിൽ അഴിച്ചു കാണിക്കൂ. അയക്കേ. ഇത് മല്ലിയുടെ മകൾ തന്നെയാണോ? അങ്ങേക്ക് സംശയം എന്തിനാ? ശരിക്കും നോക്കൂ. നീ നോക്ക്.